عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. ومن يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. صدق الله العلي العظيم. من شكر قليلا شكر كثيرا أو كما قال رسول الله صلى الله عليه وسلم. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് ഒരുപാട് നിഅമത്തുകളെ നൽകിയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നമ്മളെ അന്ധരാക്കിയില്ല. അവന്റെ അടിമകളായ ഞങ്ങളെ കുരുടരാക്കിയില്ല. മാരാവ്യാധി രോഗങ്ങൾ തന്ന് ഞങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചിട്ടില്ല. അങ്ങനെയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നാം ശുക്ർ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നാം നന്ദി ചെയ്യേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. ആ നിഅമത്തുകളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കില്ല കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തഹ്സൂഹാ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകളെ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കില്ല കേട്ടോ. അങ്ങനെയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ ചെയ്ത റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്കാണ് നാം നന്ദി ചെയ്യേണ്ടത്. ഖുർആനിൽ സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 31-ാമത്തെ സൂറത്തായ സൂറത്തുൽ ലുഖ്മാനിൽ 12-13 ആയത്തുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത. ലുഖ്മാൻ തങ്ങൾക്ക് നാം ഹിക്മത്തിനെ നൽകി. അൽ ഹിക്മ എന്നാ പറഞ്ഞു. അൽ ഹിക്മ എന്ന് പറഞ്ഞാൽ തഫ്സീർ ബഹറുൽ മുഹീത്തിൽ കാണാം, അൽ മന്തിഖുൽ ലദീ യത്തഇദു ബിഹി, ഉപദേശം സിദ്ധിക്കുന്നതായ ഒരു സംസാരം. അങ്ങനെയുള്ള ഒരു സംസാരത്തെ ലുഖ്മാൻ തങ്ങൾക്ക് നാം നൽകി. അനിഷ്കുർ ലില്ലാഹ്, അല്ലാഹുവിലേക്ക് ശുക്ർ ചെയ്യാൻ. വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി, ആരെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ശുക്ർ ചെയ്താൽ അവൻ അവന്റെ നഫ്സിനാണ് ശുക്ർ ചെയ്യുന്നത്. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, ആരെങ്കിലും അതിനെ നിഷേധിച്ചാലോ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഐശ്വര്യനും അവൻ ഹമീദുമാണ്. എന്നിട്ട് ശേഷമുള്ള ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബനിയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ലുഖ്മാൻ തങ്ങൾ തന്റെ മകനോട് പറയുന്നത്, വയല് പറയുന്ന സമയത്ത് പറയുന്നത് യാ ബുനയ്യ. നാം ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ് യാ ബുനയ്യ എന്നാണ് പറഞ്ഞത്. യാ ഇബ്നി എന്നല്ല, യാ ബുനയ്യ. അതാണ് ലുഖ്മാൻ തങ്ങൾക്ക് ഹിക്മത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം. എന്താ പറഞ്ഞത്?
യാ ബുനിയ്യ, ഓ കുഞ്ഞുമോനെ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, നാം ഒരു കാര്യം ഒരാളോട് ഉപദേശം പറയുകയാണെങ്കിൽ വളരെ നല്ല രൂപത്തിൽ, വളരെ നല്ല ലളിതമായ രൂപത്തിലായിരിക്കണം നാം ഉപദേശിക്കേണ്ടത്. അതാണ് ലുക്മാൻ തങ്ങള്, റബ്ബ് സുബ്ഹാനഹു വ തആല ലുക്മാൻ തങ്ങൾ മകനോട് പറയുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയിക്കുന്നത്, യാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിലേക്ക് ശിർക്ക് ചെയ്യരുത്. റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നീ പങ്കാളിയെ ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അളീം, ശിർക്ക് എന്നുള്ളത് അത് വലിയൊരു വൈകേടാണ്, ദുൽമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതേ ലുക്മാൻ തങ്ങള് ഒരുപാട് ഉപദേശങ്ങൾ തന്റെ മകനോട് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരുപാട് ഉപദേശങ്ങൾ പറയുന്നുണ്ട്. ആ ഉപദേശങ്ങളെ കുറിച്ച് അവിടുത്തെ തഫ്സീറിൽ നിന്നും ഒരുപാട് ഗ്രന്ഥാക്കൾ, ഒരുപാട് ആളുകൾ അതിനെ വിശദീകരിച്ചതായി നമ്മൾക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ്, നീ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളാണ് എങ്കിൽ നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം മോനെ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധാപൂർവം അതിനെ സ്വീകരിക്കേണ്ട ഒരു ഉപദേശമാണ്. കാരണം എന്താ? എവിടെ പോയാലും ഗീബത്തും നമീമത്തുമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ ഒരാളെ കുറിച്ചും ഗീബത്ത് പറയരുത് കേട്ടോ. സൂഫി വര്യന്മാർ അവരൊക്കെ വായിൽ കല്ലുകൾ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നത്രേ. എന്തിനാ? ഗീബത്ത് പറയാതിരിക്കാൻ വേണ്ടിയാ. ഗീബത്ത് എന്നുള്ളത് അശദ്ദു മിനസ് സിന എന്നല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഗീബത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാണ് മഹത്തുക്കളായ ആളുകൾ വായിൽ കല്ലിട്ട് നടന്നത് എന്ന് നമ്മൾക്ക് ചരിത്ര മുഖേന നമ്മൾക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഉപദേശമാണ് ലുക്മാൻ തങ്ങൾ പറയുന്നത്, അമ്മല്ലദാനി വദ്കുരിസ്നൈനി വൻസിസ്നൈൻ, രണ്ട് കാര്യത്തെ നീ എപ്പോഴും ഓർത്തു വെക്കണം മോനെ. അതേസമയം രണ്ട് കാര്യത്തെ എപ്പോഴും നീ മറന്നു കളയണം മോനെ. ഓർത്ത് വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്താ? അമ്മല്ലദാനി തദ്കുറുഹുമാ ഫല്ലാഹു വൽ മൗത്ത്, ഓർത്ത് വെക്കേണ്ട രണ്ട് കാര്യങ്ങള്, നിന്നെ പടച്ച് പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നീ ഇന്ന രൂപത്തിൽ ജീവിച്ചാൽ സ്വർഗത്തിലേക്കാണ്, ഇന്ന രൂപത്തിൽ ജീവിച്ചാൽ നരകത്തിലേക്കാണ് എന്ന് പഠിപ്പിച്ച് വളർത്തിയ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നീ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം. ഈ ജീവിതം ഒരു ശാശ്വതമായ ജീവിതം അല്ല എന്ന്, ശാശ്വതമായ ജീവിതം അത് ആഖിറത്തിന്റെ ജീവിതമാണ്. ഈ ജീവിതത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് മരണം എന്നുള്ളത്. ആ മരണത്തെയും നീ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം മോനെ. എന്നാലോ മറക്കേണ്ട രണ്ട് കാര്യങ്ങൾ, അമ്മല്ലദാനി തൻസഹുമാ, നീ മറന്നു കളയേണ്ട രണ്ട് കാര്യങ്ങൾ എന്താ? ലുക്മാൻ തങ്ങൾ മകനോട് പറയുന്നു, നീ എപ്പോഴും അതിനെ മറന്നു കളയണം മോനെ. ഇഹ്സാനുക ഫീ ഹഖിൽ ഗൈരി വ ഇസാഅത്തുൽ ഗൈരി ഫീ ഹഖിക, നീ ഒരാൾക്ക് ഒരു നന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെ നീ മറന്നു കളയണം. അതിനെപ്പോഴും പറഞ്ഞുകൊണ്ട് അവനെ നീ ബുദ്ധിമുട്ടിക്കരുത്, മിന്നത്ത് പറഞ്ഞുകൊണ്ട് നീ അവനെ ബുദ്ധിമുട്ടിക്കരുത് മോനെ. അതേസമയം വ ഇസാഅത്തുൽ ഗൈരി ഫീ ഹഖിക, മറ്റൊരാൾ നിന്നിലേക്ക് ഒരു മോശമായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെയും നീ മറന്നു കളയണം മോനെ. അതിനെ കൽബിൽ വെച്ചുകൊണ്ട് നീ നിന്റെ കൽബിനെ ചീത്തയാക്കരുത്. ഹിഖ്ദ് ഹസദ് പോലത്തെ കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് നീ മനസ്സിനെ ചീത്തയാക്കരുത്. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യൻദുറു ഇലാ ഖുലൂബികും, റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളെ കൽബിലേക്കാണ്. ആ കൽബിനെ സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച്, അവൻ പറഞ്ഞത് അനുസരിച്ച് ജീവിച്ച് മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ നമ്മളെല്ലാവരും റബ്ബ് സുബ്ഹാനഹു വ തആല മരിപ്പിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Esperanza.